ഇന്ന് നമുക്ക് മാളുകൾ ഇഷ്ടം പോലെയുണ്ട്. മാളുകളിലൊക്കെ ഇങ്ങനെ മിക്സ്ഡ് ആയിട്ട് വരുന്ന കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഇങ്ങനെ ഒരു പാക്കറ്റ് ഞാൻ വാങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ചേർക്കാനായിട്ട് കുറച്ച് പിസ്താഷ്യോ വാങ്ങിയിട്ടുണ്ട്. ഈ പിസ്താഷ്യോ നമുക്ക് ചെറിയ പാക്കറ്റായിട്ട് തന്നെ വാങ്ങാൻ കിട്ടും. ഇത് ചെറിയൊരു പാക്കറ്റാണ്. ഇതിനോടൊപ്പം തന്നെ ചേർക്കാൻ കുറച്ച് ഈന്തപ്പഴം വാങ്ങിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള പാക്കറ്റുകളിൽ ഇപ്പോൾ ഈന്തപ്പഴം വാങ്ങാൻ കിട്ടും. ഇത്രയും സാധനങ്ങളാണ് മെയിൻലി ഇതിനകത്ത് ചേർക്കുന്നത്. ഇനി ഇതിൻ്റെ കൂടെ ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ ചേർക്കുന്നുള്ളൂ. ഇതിൻ്റെ അകത്തിൽ എക്സ്ട്രാ ഷുഗറോ ശർക്കരയോ ഒന്നും ആഡ് ചെയ്യുന്നില്ല. ഇതുകൊണ്ട് മാത്രമാണ് ഞാൻ തയ്യാറാക്കുന്നത്. ഇതെങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഈ ഈന്തപ്പഴം ഒന്ന് പൊട്ടിച്ചിട്ട് ഇതിനെ ഒന്ന് സ്റ്റീം ചെയ്തെടുക്കണം. ഇതിലെ ചിലതൊക്കെ എടുത്തിട്ട് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ബാക്കിയുള്ളതൊക്കെ അങ്ങനെ തന്നെ കിടന്നുണ്ട്. ഇപ്പം നമ്മൾ സ്റ്റീം കുക്ക് ചെയ്യാൻ വെച്ചിരുന്ന ഈന്തപ്പഴം എന്തായി നോക്കാം. ഇതിന് നന്നായിട്ട് സ്റ്റീം വന്നിട്ടുണ്ട്. ഇത് കണ്ടോ, ഈന്തപ്പഴം ഇപ്പം വെന്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് കുക്കായിട്ടുണ്ടോ എന്നറിയാൻ നമുക്കൊരു ഫോർക്ക് കൊണ്ട് ഇങ്ങനെ എടുത്ത് നോക്കാം. ഇതിൽ തന്നെ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ സെപ്പറേറ്റ് ആക്കി നോക്കുമ്പോൾ ഇത് ഇങ്ങനെ ഇളകി വരും. ഇതിലേക്ക് നമുക്കൊന്ന് നിരത്തിയിടാം. കുറച്ച് സമയം ഇരിക്കുമ്പോഴേക്കും ഇത് തണുക്കും. ഇതിപ്പോൾ നന്നായിട്ട് കുഴഞ്ഞു കിട്ടിയിട്ടുണ്ട്. കണ്ടല്ലോ, നമ്മൾ കുഴച്ചെടുക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കും. നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന അതേപോലുള്ള സാധനമാകും. ഇപ്പം ഞാനിത് കുറച്ചേറെ ഉള്ളതുകൊണ്ട് ഇതൊക്കെ ഒന്ന് ശരിയാക്കിയിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇതിനകത്തിൽ അഡീഷണലായിട്ട് നമ്മൾ ഷുഗറോ ശർക്കരയോ ഒന്നും ചേർത്തിട്ടില്ല. ഈ ഈന്തപ്പഴം മാത്രമാണ് ഇതിന്റെ മധുരം. ഇതാ നോക്കൂ,